ആർക്കും മറക്കാനാവാത്ത ഒരുപാട് നല്ല ഗാനങ്ങൾ സമ്മാനിച്ചു തന്ന് ഈ അടുത്ത് നമ്മളെ വിട്ടുപോയ ശ്രീ രാഘവ മാഷ്ടെ ഓർമ്മയ്ക്ക് മുന്നിൽ എൻ്റെ എല്ലാ ആദരാഞ്ജലികളും അർപ്പിച്ചുകൊണ്ട് ഡ്യുവറ്റിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് നിങ്ങളെ ഇവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. നിങ്ങളെല്ലാവരും കണ്ടു, കഴിഞ്ഞ എപ്പിസോഡിൽ എൻ്റെ വളരെ അടുത്ത സുഹൃത്ത് രാജലക്ഷ്മിയായിട്ട് കുറേ വർത്തമാനങ്ങൾ പറഞ്ഞു, കുറേ വിശേഷങ്ങൾ പങ്കുവച്ചു, അതോടൊപ്പം തന്നെ കുറേ നല്ല പാട്ടുകളും പാടി. അപ്പോൾ എന്തായാലും വിശേഷങ്ങളും പാട്ടുകളും ഒന്നും കഴിഞ്ഞിട്ടില്ല. ഐ എം ഡിലൈറ്റഡ് വൺസ് അഗൈൻ ടു വെൽക്കം മൈ ഡിയർ ഫ്രണ്ട് രാജലക്ഷ്മി. ഹായ് രാജി, വെൽക്കം വൺസ് അഗൈൻ. ഇരിക്കും. രാജിക്കറിയാം, എന്നാലും ഞാൻ പറയണത് നമ്മുടെ ഈ ഷോയിൻ്റെ ഒരു ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഈ മൂന്ന് മ്യൂസിഷ്യൻസ് ആണ് കേട്ടോ. തീർച്ചയായിട്ടും, ഒരു സംശയമില്ല ആ കാര്യത്തിൽ. വി ഹാവ് റാൽഫ് ആൻഡ് സ്റ്റീഫൻ ഓൺ പിയാനോ, പിന്നെ ഫ്രാൻസ് ഏട്ടൻ നമ്മൾ കാണുന്ന പോലെ ഒന്നുമല്ല, നമുക്ക് ആർക്കും കിട്ടാത്തൊരു ഭാഗ്യം കിട്ടിയിട്ടുള്ളൊരു മ്യൂസിഷ്യനാണ് ഫ്രാൻസിസ് ഏട്ടൻ. സാക്ഷാൽ AR റഹ്മാൻ സാറിന്റെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ള വയലിനിസ്റ്റ് ആണ്. അപ്പൊ തീർച്ചയായിട്ടും അഭിമാനിക്കാം. പിന്നെ ഡ്യുവറ്റിന് വലിയൊരു ഓണറാണ് ചേട്ടന്റെ പോലെ ഒരു മ്യൂസിഷ്യനെ കിട്ടുക എന്നുള്ളത്. പിന്നെ ഓഫ് കോഴ്സ് നമ്മുടെ രാജേഷ് ഏട്ടനെ കുറിച്ച് പറഞ്ഞാല് പ്യോറസ്റ്റ് ആയിട്ടുള്ള ഒരു ഫ്ലോട്ടിസ്റ്റ് ആണ്. അദ്ദേഹത്തിന്റെ വായന എന്ന് പറയുമ്പോൾ ശരിക്കും നമ്മുടെ മനസ്സിലേക്ക് ഇറങ്ങി ചെല്ലുന്ന ഒരു, നമ്മളെ ശരിക്കും തൊടും ചേട്ടന്റെ പ്ലേയിങ്. ഒരുപാട് സന്തോഷം ചേട്ടനെ ഈ ഷോന് കിട്ടിയല്ലോ. അപ്പോൾ എന്തായാലും രാജി, ലെറ്റ്സ് ഗെറ്റ് ബാക്ക് ടു ബിസിനസ്. രാജിയുടെ നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞു, അതായത് ഈ സിംഗേഴ്സിനുള്ളൊരു ഏറ്റവും വലിയൊരു എന്താ പറയുക ഭാഗ്യം എന്ന് പറയുന്നത് നല്ല പാട്ടുകൾ പാടാൻ കിട്ടുക എന്നുള്ളതാണ് അല്ലേ. അതുപോലെ ഇപ്പോൾ കം ടു തിങ്ക് ഓഫ് ഇറ്റ്, പഴയ പാട്ട് രാജി എസ്പെഷ്യലി ഒരുപാട് പഴയ സോങ്സ് ഒക്കെ സ്റ്റേജിലൊക്കെ പാടിയിട്ടുള്ള ആളാണ്. അപ്പം ഇങ്ങനെ ഏതെങ്കിലും പാട്ട് ഇങ്ങനെ പാടുമ്പോൾ എനിക്കതിങ്ങനെ റെക്കോർഡ് ചെയ്യാൻ കിട്ടിയിരുന്നെങ്കിൽ ഒരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയേനെ എന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ ഏതെങ്കിലും പാട്ട്? അങ്ങനെ ഒരു പാട്ടായിട്ട് പറയാൻ പറ്റില്ല. പല പാട്ടുകളും നമ്മൾ എന്താ പറയുക, ഭയങ്കര ആ പാട്ടിലേക്ക് ഒരുപാട് ഇറങ്ങിച്ചെന്നൊക്കെ പാടുമ്പോൾ ചിലപ്പോൾ തോന്നിയിട്ടുണ്ടാവും ആ സമയത്ത് ഒരു പാട്ടുകാരിയായിട്ടുണ്ടായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഈ പാട്ട് ഇങ്ങനത്തെ പാട്ടുകൾ പാടാൻ പറ്റിയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഇതുപോലത്തെ സംഗീത സംവിധായകരുടെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ. രാജി ആക്ച്വലി കുറേ കൊച്ചിലെ തന്നെ ഡിവോഷണൽ കാസറ്റ്സ് ഒക്കെ പാടിയിട്ടുള്ളതല്ലേ? റെക്കോർഡിംഗ് അന്ന് ഇപ്പോഴത്തെ പോലെ തന്നെ ട്രാക്ക് സിസ്റ്റം തന്നെയായിരുന്നോ? അത് ട്രാക്ക് സിസ്റ്റം ആയിരുന്നു. ലൈവ് റെക്കോർഡിംഗ് ചെയ്തിട്ടുണ്ട്? തീർച്ചയായിട്ടും. അത് നമ്മുടെ ഈ ഡ്യുവറ്റിൻ്റെ ഈ എപ്പിസോഡിൽ അത് എന്തായാലും പറയാതെ പറ്റില്ല. കാരണം ഞാൻ തുടങ്ങുന്നത്, ഞാൻ ആദ്യമായിട്ടൊരു പാട്ട് പാടിക്കുന്നത് രാഘവ മാഷാണ്. രാഘവ മാഷിൻ്റെ കീഴിൽ ഒരു ലൈവ് ഓർക്കസ്ട്രയുടെ കൂടെയാണ് ആദ്യമായിട്ട് ഞാൻ റെക്കോർഡിങ്ങിന് പാടുന്നത്, എറണാകുളത്തെ ആലാപ് സ്റ്റുഡിയോയിൽ. അപ്പോൾ മാഷ് നേരിട്ട് പഠിപ്പിച്ച് തരികയും വിത്ത് എല്ലാ ഓർക്കസ്ട്രയും, നമ്മുടെ വയലിനും തബല എല്ലാം ഓരോ ബൂത്തിലിരുന്ന് പാടുന്ന ആ ഒരു എക്സ്പീരിയൻസ് എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അതൊരു വലിയ ഭാഗ്യമാണ്. തീർച്ചയായിട്ടും. അത് കഴിഞ്ഞിട്ട് അതൊക്കെ പോയി. ഇനി അങ്ങനെ ഒരെണ്ണം നമുക്ക് അങ്ങനെ ഒരു എക്സ്പീരിയൻസ്, അതും രാഘവ മാഷിന്റെ പോലെയുള്ള ഒരു മ്യൂസിക് ഡയറക്ടറിന്റെ കൂടെ വർക്ക് ചെയ്യാന്നൊക്കെ പറഞ്ഞു. അന്ന് എനിക്കറിയില്ല, ഞാൻ ചെറിയ കുട്ടിയല്ലേ. അപ്പോൾ രാഘവ മാഷ ആരാണെന്ന് ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത്. ലെജൻഡാണെന്നുള്ളത് ഉപ്പ എന്നൊക്കെ വിളിച്ചു ചെന്നു, പാട്ട് പഠിച്ചു, പാടി. പിന്നീടാണ്. എത്ര വയസ്സിന്റെ രാജിക്ക് അന്ന്? അന്നൊരു 10-11 വയസ്സൊക്കെ. രാഘവ മാഷിന്റെ പാട്ടുകൾ ഏതെങ്കിലും ഇപ്പൊ മനസ്സിലേക്ക് വരുന്നുണ്ടോ രാജിക്ക്? കുറേ പാട്ടുകൾ വരുന്നുണ്ട്. എനിക്കൊരു വ്യത്യസ്തപ്പെട്ടൊരു പാട്ട് ഭയങ്കര ഇഷ്ടമാണ് രാഘവ മാഷിൻ്റെ, ശ്രീകൃഷ്ണ പരുന്ത് എന്ന സിനിമയിൽ. നിലാവിൻ്റെ പൂങ്കാവിൽ നിശാ പുഷ്പഗന്ധം, കിനാവിൻ്റെ തേന്മാവിൽ രാപാടി പാടി, നിലാവിൻ്റെ പൂങ്കാവിൽ. സോ നൈസ് രാജി. ശരിക്കും രാജിയുടെ ശബ്ദത്തിൽ തന്നെ ഒരു നൊസ്റ്റാൾജിയ ഉണ്ട്. സത്യം പറഞ്ഞാൽ അത് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ എപ്പോഴും രാജിയുടെ ടോൺ ഉണ്ടല്ലോ, വോക്കൽ ടോൺ, അതിൽ പഴയ പാട്ടുകൾ കേൾക്കുമ്പോൾ ഒരു പ്രത്യേക സുഖമാണ് ശരിക്കും. ശരിക്കും.